ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റത് തന്നെ ഒരു മൂടിയ കാലാവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസമാണെങ്കിൽ എനിക്ക് ഒരു മൂഡും ഇല്ല. ഇന്ന് വീഡിയോ പോലും എടുക്കണ്ടെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജിയാൻഡസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് എനിക്ക് മൂഡില്ലാത്തൊരു ദിവസം. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് ഒരു മൂഡും ഇല്ലായിരുന്നു വ്ളോഗ് എടുക്കാനായിട്ടുള്ളത്. പിന്നെ ഞാൻ ഓർത്തും ചെയ്തു, ഞാൻ 30 ഡേയ്സ് ചലഞ്ച് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് വ്ളോഗ് എടുക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ ചുമ്മാ ഓരോ വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മൂഡ് എങ്ങനെയെങ്കിലും ഒന്ന് ഓൺ ആക്കി എടുക്കണം. എന്ന് വെച്ചാൽ മൂഡ് ഓഫ് ഞാൻ മൂഡ് ഓൺ ആക്കി എടുക്കണം. അപ്പോൾ അതിന് ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് DIYs ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇന്നൊരു ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ എന്നുള്ളത്. ഈ യോഗട്ടിൻ്റെ പാട്ട കുറേ മാസങ്ങൾക്ക് മുന്നേ എനിക്ക് ക്യൂട്ടാണെന്ന് തോന്നിയോണ്ട് ഞാൻ അങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു ഉപയോഗം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്തായാലും ആ ഒരു പാട്ട് ഞാൻ എടുത്തു, ചുറ്റിനും അങ്ങോട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു. എന്നിട്ട് പിന്നെ ഈ ഒരു റോപ്പ് ചുറ്റിനും അങ്ങ് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ വൃത്തിയുടെ അങ്ങ് മാറി കിട്ടുമല്ലോ. അപ്പോൾ ഏകദേശം ഒരു നല്ല രീതിയിൽ ക്യൂട്ട് ബാസ്ക്കറ്റ് പോലെ ഇരിക്കത്തില്ലേ. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നൊന്നുമില്ലല്ലോ. നമുക്കിടയ്ക്ക് ഡൗൺസും കാണും, മൂഡ് ഓഫ്സ് കാണും. അപ്പം ദിസ് ഇസ് ലൈഫ്. ലൈക്ക് മൂഡ് ഓഫും കാണും, മൂഡ് ഓണും കാണും. അപ്സ് ആൻഡ് ഡൗൺസ് ആണല്ലോ ലൈഫ്. യൂഷ്വലി ഞാൻ മൂഡ് ഓഫ് ആണെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിലത് DIYs ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ജേർണലിങ് ചെയ്യും, അല്ലെങ്കിൽ പ്ലാന്റ്സിന് എന്തെങ്കിലുമൊക്കെ ഞാൻ പരിപാടികളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഓർഗനൈസിങ് ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് ഇറ്റ് ഈസ് വാട്ട് മേക്സ് മീ ഹാപ്പി. അപ്പം അങ്ങനത്തെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറ്റ് ലാസ്റ്റ് ഹാപ്പി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ബി ലൈക്ക് ഓക്കെ, നമ്മുടെ മൂഡ് ഓഫ് എല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കളർഫുൾ ആക്കിയല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിൽ നമുക്കത് തോന്നും. ഇങ്ങനത്തെ ഒക്കെ സമയങ്ങളിൽ അച്ഛൻ എനിക്ക് സ്പേസ് തരാറുണ്ട്. കാരണം അച്ഛനറിയാം എൻ്റെ മൈൻഡ് ഒന്ന് സെറ്റാക്കണം. മൈൻഡ് സെറ്റാക്കി കഴിഞ്ഞാൽ ഐ വിൽ ബി ലൈക്ക് എ പെർഫെക്റ്റ് പേഴ്സൺ. പക്ഷേ മൈൻഡ് സെറ്റായില്ലെങ്കിൽ എൻ്റെ ദേഷ്യം മൊത്തത്തിൽ പുറത്ത് വരും. എനിക്ക് ദേഷ്യം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്ട്രീം ദേഷ്യമായിരിക്കും. അപ്പം ആ ഒരു ഫേസ് അച്ഛനെ കാണാതിരിക്കാൻ വേണ്ടി അച്ഛൻ എനിക്ക് സ്പേസ് ഇടാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുമ്പം കൂടുതലും സ്പേസ് കിട്ടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നമ്മളെ തന്നെ ഹാപ്പിയാക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ കഥയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഫ്ലവർ ബാസ്ക്കറ്റ് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടായി. ഇനി കുറച്ച് ഒരു ലീഫ് ഡെക്കോർസ് നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പോൾ ഒരു പെർഫെക്റ്റ് രീതിയിലായിട്ടുള്ളൊരു ബാസ്ക്കറ്റ് പോലെ കിട്ടുമല്ലോ. അങ്ങനെ ദിസ് ഈസ് ദ ഫൈനൽ ഔട്ട്പുട്ട്. എനിക്ക് ഇതിനകത്ത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ DIY പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചതിന് ശേഷം എൻ്റെ പ്ലാന്റ്സിന് ഇന്ന് വെള്ളം ഒഴിക്കാനായിട്ടുള്ള ടൈമായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റ് മാറ്റ് ഞാൻ മറ്റേ തെമൂന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണൊക്കെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ടൊക്കെ വേണ്ടി മാത്രമാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തുന്ന കുറച്ച് പ്ലാന്റ്സിനൊക്കെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഇപ്പോൾ സമ്മറൊക്കെ തുടങ്ങിയില്ല. അപ്പം സോയിലൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താലേ പറ്റത്തുള്ളൂ. ആ ടൈമിൽ ഞാൻ ഓർത്തുന്ന പിന്നെ പൊട്ടറ്റോ നമുക്കൊന്ന് നോക്കിയാലോ എന്നുള്ളത്. കാരണം പൊട്ടറ്റോയുടെ അടിയിലായിട്ട് ഈ ഹോൾസിൻ്റെ അവിടെ നിന്ന് കുറച്ച് വേഴൊക്കെ താഴോട്ട് വരാനായിട്ട് തുടങ്ങി. പിന്നെ കുറച്ച് ഫംഗസ് ഒക്കെ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് ചെറിയ ഡൗട്ട് അടിച്ചു ഇനി പൊട്ടറ്റോ കുളമായെന്നുള്ളത്. അങ്ങനെ ഞാൻ ഓർത്തുന്ന പിന്നെ എടുത്ത് നോക്കാം. എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ പൊട്ടറ്റോ വളരുമെന്നുള്ളത്. പിന്നെ നമുക്ക് പിന്നെ ഒരു കുഞ്ഞു പ്രതീക്ഷ കാണൂല, ആ പൊട്ടറ്റോ നമ്മൾ അത്രയും ഒന്ന് നോക്കിയതല്ലേ, ചിലപ്പോൾ ഇച്ചിരെങ്കിലും കാണുമെന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ ഈ പൊട്ടറ്റോ കുഴിച്ച് വെച്ച സമയത്ത് എന്നെ തളർത്തിയ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ പൊട്ടറ്റോ അവിടെ വളരത്തില്ല, കുഞ്ഞു പോട്ടിലല്ലേ വെച്ച്, അത് വളരത്തില്ല, അതാന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അവർ ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഞാൻ എപ്പോഴെപ്പോഴും പൊട്ടറ്റോ അങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് വളമായിട്ട് ആകെ കുറച്ച് 2-3 പ്രാവശ്യങ്ങൾ മാത്രം ഞാൻ മറ്റേ ടീ പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, വെള്ളം മാത്രമായിരുന്നു പിന്നെയൊക്കെ ഒഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു കുഞ്ഞൊരു ബോൾ പോലെ മാത്രം പൊട്ടറ്റോ വരുമെന്നായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു കുഞ്ഞു സൈസിനായിട്ടും കുറച്ചുകൂടി ഒരു വലിയ സൈസിലായിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ ഒരു ബേബി പൊട്ടറ്റോ ആ ഒരു രീതിയിലൊക്കെയാണ് വന്നത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഈ പൊട്ടറ്റോയെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ 3 മാസമായിട്ട് കുഴിച്ച് വെച്ചൊരു സാധനം ഫസ്റ്റ് ഹാർവസ്റ്റ് എന്നൊക്കെ പറയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സാധനം കുഴിച്ച് വെക്കുന്നത്. അപ്പം അവിടെ നിന്ന് ആദ്യമായിട്ട് ഉണ്ടാകുന്നൊരു ഹാർവസ്റ്റ് ലൈക്ക് ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് മൊമെൻറ്റ് ഓഫ് യുവർ ലൈഫ്. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഒരു പൊട്ടറ്റോ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക്. എൻ്റെ മൂഡ് ഓഫ് മൊത്തത്തിൽ മാറിയത് ഈ ഒരു ടൈമിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് ആ ഒരു കുഞ്ഞു പോട്ടിൽ നിന്നുണ്ടായ പൊട്ടറ്റോസ് അല്ല. അപ്പോൾ കുഞ്ഞു പോട്ടായതുകൊണ്ടായിരിക്കും പൊട്ടറ്റോ ആകെ ഇത്ര മാത്രം വളർന്നത്. പിന്നെ ഞാൻ ബാക്കിയൊന്നും വെച്ചിരുന്നില്ലല്ലോ. എന്നിട്ട് പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഞാൻ എല്ലാത്തിനും സ്പ്ലിറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പനിക്കൂർക്ക ഞാൻ 3 പോട്ടിലായിട്ട് വെച്ചു. പിന്നെ ഒരു സെലക്ടൻ പ്ലാന്റ് ഉണ്ടായിരുന്നു, അതിനും ഞാൻ 3 പോട്ടിൽ വെച്ചു.
അങ്ങനെ നമുക്ക് പോട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ചെടി ചട്ടിയായിട്ട് മറ്റേ സെറാമിക് പോട്ട്സ് മാത്രമായിരുന്നു, ഒരു ഏറ്റവും ചെറുത് സൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ല വലിയ സൈസസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഓരോന്നെല്ലാം അറേഞ്ച് ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാറ്റ് ഞാനൊന്ന് കഴുകി ഇങ്ങോട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇൻഡോർ ഗാർഡൻ ഇപ്പം ചെറിയ രീതിയിൽ കൺജസ്റ്റഡ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാരണം 6 പോട്ട്സ് എക്സ്ട്രാ ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരു വിധത്തിലെല്ലാം മണ്ണ് ഞാൻ മിക്സ് ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ ഔട്ട്ഡോർ ഗാർഡനിൽ ഇപ്പം പൊട്ടറ്റോ എടുത്ത് മാറ്റിയല്ലോ, അവിടെ ഞാൻ വേറൊരു പ്ലാന്റിനെ സ്പ്ലിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഈ ഹോൺ പോലെ ഇരിക്കുന്ന പ്ലാന്റ് കണ്ടോ, ആ ഒരു റെഡ് ഫ്ലവറിൻ്റെ 2 സൈഡിലിരിക്കുന്ന പ്ലാന്റിനെയാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് കെയറിങ് പരിപാടികളെല്ലാം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കണ്ടല്ലോ. പിന്നെ ബാക്കി ഞാൻ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് വ്ളോഗ് അങ്ങോട്ട് എൻഡ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജിയാൻഡസ് സൈനിങ് ഓഫ്.